നമ്മൾ ഞങ്ങളെ പോകണമെന്ന് വെച്ചാൽ എയർപോർട്ടിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ നിങ്ങൾ ടൈറ്റിൽ വെച്ചിട്ടുണ്ടാവും. എന്താ പറയുക, ഇന്നില്ല ആൻറ്റീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി മാമൻ്റെല്ല ഖത്തറിൽ നിന്ന് വരും. ആൻറ്റി എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പോകണ്ട എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടല്ല, അപ്പോൾ കാണിക്കുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്കൊന്ന് കാണണം അല്ലേ. അടിപൊളിയായിരിക്കും, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പം നോക്കില്ലേ എയർപോർട്ട് എത്തുമ്പോൾ അപ്പോഴത്തേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തേക്ക് നമ്മൾ പോസ് ചെയ്തെടുക്കാം കേട്ടോ. മാമനെ പൊക്കണെടുത്ത് എത്തി വന്നതാണ് കേട്ടോ. എടുക്കാൻ വന്നിട്ടുണ്ട്, പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പം മാമനോടെ കാണാൻ പറ്റും. A6 അവിടെ A6 കേട്ടോ ഗൈസ്. മാമനെ പിക്ക് ചെയ്യാം. A6 ഇച്ചിരി ഫ്രണ്ടിൽ പോ. A6 ഇച്ചിരി ഫ്രണ്ടിൽ പോണം. ഞാൻ പറഞ്ഞാണല്ലോ. എവിടെ മാമൻ? കുറെ ആൾക്കാർ വെള്ള ഷർട്ടാണ്. അവിടെ ഞാൻ കണ്ടില്ലേട്ടാ. എങ്ങോട്ട്? അവിടെ നോക്കി ഞാൻ എന്നാ ഇവിടെ ബാക്കി ഇരിക്കട്ടെ. ഞാൻ ബാക്കി ഇരിക്കോട്ടെ, ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ. പത്ത് പേര് വയ്ക്കി. അവിടെയല്ല പിടിച്ചേ ഓക്കെയല്ലേ? റൈസ് സ്കെച്ച് ചെയ്യണം. ഇത് ചെന്ന് സാധനം അങ്ങോട്ട് കൊണ്ട് തിരിച്ചു ചെയ്യണം അല്ലേ? ഉണ്ട് ഇപ്പോൾ തറവാട്ടി പോയി അമ്മ വീട്ടിൽ പോയിട്ട് വേണം സർപ്രൈസ് ബാക്കി. നീങ്ങ് മാമനെ കീറ്റിട്ടുണ്ട്, പിക്ക് ഇട്ടിട്ടുണ്ട്. എന്താ കുഴപ്പം? എന്ത് കീക്കുന്നുണ്ട്? അവിടെ ഇട്ട് വരാണ്ട് ഇവന്റെ കാര്യം പറഞ്ഞ വേണ്ടാതെ പണിക്ക് ഫ്രണ്ടി കയറി മാമനക്ക് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സർപ്രൈസ് ചെയ്യും. സർപ്രൈസ്. അപ്പൊ ഇല്ല ഞാൻ പറഞ്ഞില്ല. ഞാന് ആന്റി പോയി കണ്ടല്ലോ അറിയണത്. അവക്ക് പേടിയായിരിക്കും ഞാൻ ഇനി പറയുമെന്ന് ചോദിച്ചിട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മള് ഇനി പോസ് ചെയ്യും. നമ്മള് അമ്മ വീട്ടിലെത്തിയിട്ടായിരിക്കും അമ്മ വീട്ടിൽ. ആണോ? എടാ ബൊമ്മാടെ ബൊമ്മാലേ. അതിലെന്താ ഒരു കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ അത് ചെയ്തിട്ടേ അതിന്റെ കടയെ കൊണ്ടുപോയി ചെയ്യിക്കണം പറഞ്ഞു. നമ്മള് എത്താറായിട്ടോ. അമ്മ വീട്ടില് എത്തി.
ഇനി 1 കിലോമീറ്റർ പോലും ഇല്ല. ആര് പറഞ്ഞ 1 കിലോമീറ്റർ കൂടുതലുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇതിപ്പോ തന്നെ കഴിയും കാറല്ലേ. എത്തി. നമ്മുടെ റിയാക്ഷൻ ഒന്ന് കാണാം. ഇമോഷണൽ ആവോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അല്ല ആന്റി മാമന്റെ അടുത്ത് ഇമോഷണൽ ആവുന്ന വെച്ചിട്ടാണ് ഈ മുഖത്തേക്കണേ. നിന്റെ മുഖത്തേക്ക് ഒറ്റടിച്ചാ പിന്നെ ഓ പിന്നെ ഞാൻ ഇങ്ങനെ അതൊക്കെ കപ്പർശ്ശേരി എത്തി ഗൈസ്. കപ്പർശ്ശേരി എത്തി ഗൈസ്. പ്ലാനൊന്നുമില്ലേ? നീ ഫുഡ് എടുക്കാൻ നമുക്ക് ആദ്യം പോവാം. നമ്മള് ഞാൻ വീട് വണ്ടിയും കൂടെ അങ്ങോട്ട് പോവോ? കേട്ടോ വണ്ടി കയറ്റിരുന്ന അവിടെ മതി. മാമൻ ആദ്യം കയറി പോകും കാണിച്ചോണ്ടും. അല്ല ബെല്ലടിച്ചിട്ട് മാമൻ ആദ്യം കയറി പോകും. വണ്ടി കൊണ്ടുപോകല വണ്ടി കൊണ്ടുപോകാം. അച്ഛ കാര്യം പറയട്ടെ, നമുക്ക് രണ്ടാക്കാം ആദ്യം പോവാം. അച്ഛ എനിക്ക് വീട് എടുക്കണം. അപ്പൊ അതല്ലേ സുഖം. അപ്പൊ നിനക്ക് അകത്ത് വീട് എടുത്തൂടെ? ആദ്യമൊന്ന് വിചാരിച്ചാ പിന്നെ വീട്ടിൽ തന്നെ കയറുമ്പോഴത്തേക്ക് വീട് എടുക്കണം. ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് വരാറാകുമ്പോ വീഡിയോ ഓണാക്കണം. നമുക്ക് രണ്ടാക്കും ആദ്യം പോവാം. ശരിയാട്ടോ നീ പറഞ്ഞത് ശരിയാട്ടോ. നമ്മൾ രണ്ടാക്കും ആദ്യം പോവാം. അവിടെ ചെന്നിട്ട് പോസ് കേട്ടോ. ചിരിപ്പോടെ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇത് രണ്ടും കൊണ്ടുപോക്കാം. ഇടപെടി കൂടെ പോണ്ടേ. നമുക്ക് ഇവിടെ ഇരുത്തല്ലേ. അല്ല ഉള്ളി കയറ്റി എടുത്തോ വെച്ചാ അത് നല്ലതല്ലേ? അത് നല്ലതല്ലേ? എന്ത് അവിടെ കയറ്റിയിരുന്ന മറ്റുള്ള വണ്ടികൾക്ക് വന്നിട്ട് നീ എന്ത് ചെയ്തു? അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് വേറെ. നീ അച്ഛന്റെ ഫോൺ ഇട്ടത് അല്ലെങ്കിൽ അപ്പൊ ഡൗട്ട് ഫോൺ കൊണ്ടുപോകുമ്പോ ഞാനോട് ഉണ്ടാവുന്ന അറിയില്ല. ഫോണിപ്പോ ആന്റി നോക്കിയിരിക്കാൻ പോലെ ഒന്ന് ബോഡി അന്ന് പറഞ്ഞോണ്ടും അങ്ങനെ നോക്കും. അതിന് നോക്കാറോ ഇല്ല. ഫോൺ എന്താന്നല്ല അറിയാൻ പാടില്ല. പുതിയ ഫോൺ മേടിച്ചാലും അറിയൂല. ടയറിന്റെ ഏത് പറഞ്ഞാലും ഞങ്ങള് പൊക്കാ കൊണ്ടോ ഞങ്ങളന്ന് പുറത്തിറങ്ങിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞാൻ പിടിക്കണോ? പിന്നെ അല്ലാണ്ട് മിനിറ്റ് മോളെ തുറന്നു മാറാച്ചമ്മ തുറന്നിരുന്നേ എനിക്കത് ഇടുന്നു. മഹാരാജാവ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അമ്മേ ഒരു കയ്യില് ഫോണും ഒരു കയ്യില് ഫുഡും വെച്ചോണ്ട് ഞാൻ കഴിച്ചെടുക്കും. ഞങ്ങക്ക് തിന്നിട്ട് ഇറങ്ങലാന്ന് പറയാൻ മതി. നമുക്ക് തിന്നിട്ട് ഇറങ്ങല. അച്ഛാ ഇതിപ്പോ സമയം കളയാനൊന്നുമില്ല. നമുക്ക് നേരെ പോവാം. വണ്ടി ലോക്ക് ചെയ്താ ഓക്കെ. ബിരിയാണി ഉണ്ടോ? ബിരിയാണി വീട്ടിലുണ്ടാക്കിയാണ്. ഹലോ നമ്മള് വീട്ടില് ബിരിയാണി ഉണ്ടാക്കി ഫംഗ്ഷന് അതിന്റെ അച്ഛന്റെ ബെസ്റ്റ് കൂട്ടുകാരനാണ് ചോദിച്ചാൽ മതി. വീട്ടിൽ തൂങ്ങി പോസ്റ്റ് അവളുടെ അല്ലെങ്കിൽ അച്ഛനെ ഫോൺ സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ട് എപ്പം നിൽക്കും പറയാൻ പറ്റില്ല. കണ്ടിരിക്കാം. ഒന്ന് അവിടെ പോസ്റ്റ് ചെയ്യും വെച്ചല്ലേ എങ്ങനെ ഫോൺ കണ്ടല്ലേ ഡൗട്ട് അടിക്കും. ഈ അല്ല കാമ്പടെ അതല്ല വീട് എടുക്കുന്ന ഡൗട്ട് അടിക്കും. അല്ല പ്രാന്തായിരിക്കും. ഈ അമ്മ വീട്ടിൽ കയറുന്ന വീട് കൊടുക്കണേ അത് പറ പ്രാന്തല്ലേ? വെളിച്ചൊന്നും ഇല്ല ഇവിടെ. എന്റെ മോൻ കാണാൻ പറ്റില്ല ചാ. ഓ നല്ല പോയി പോസ്റ്റ് ചെയ്യണ്ട. ഉഷാമ എൻ്റെ മാമ ഉള്ളിലുണ്ട് കേട്ടോ പറ്റിക്കാൻ വേണ്ടിയേ. നമുക്ക് അത്രയും ഉണ്ട്. ആൻറ്റി ആണെന്ന് പറഞ്ഞാണാവോ? അതല്ല ആൻറ്റിനെ വിളിച്ചിട്ട് വിളിക്കാം. വാ തന്നെ കരുതരുത്.
ആന്റി ആന്റി വെറുതെ ഇമോഷനലോ ഡാമിറ്റ് ഇമോഷനലോ ഡാമിറ്റ് മോളെ ഒന്ന് പിച്ചട്ടെ ഞാൻ സ്വപ്നല്ലട്ടാ പിച്ചേണ്ടി ഞാൻ ഒന്ന് പിച്ചേണ്ടി അമ്മ വീട്ടിലുണ്ട് അമ്മ വീട്ടിലുണ്ട് ഇമോഷനലോ സർപ്രൈസ് ആയില്ലേ എങ്ങനെയുണ്ട് സർപ്രൈസ് അച്ഛൻ എന്ത് പറയാനുണ്ടോ ഓ പുള്ളിക്കാരെ ഭയങ്കര ഓർത്തവർ നല്ല ഉറപ്പുണ്ടാ ഉച്ചക്കാണ് ഉറക്കുറങ്ങിയാണല്ലോ പിന്നെന്തേ വൈ ബ്രോ വൈ ബ്രോ അയ്യോ കരഞ്ഞ് ഹൃദയം മുറിയും പകലിൽ ഇന്നലെ രാത്രി അല്ല ഇന്ന് ഹൃദയം മുറിയും പകലിൽ. ഇത്രയുള്ള വീഡിയോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ശരി, ബൈ ബൈ. ഈ പ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ സർപ്രൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ശ്രമിക്കാം.